സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഋഷിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന പ്രഭാവതി ആദ്യം തന്നെ നോമിനേഷൻ കൊടുക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഗിരീഷിനെ വിളിച്ചറിയിച്ച് പാർട്ടി പ്രവർത്തകരും എല്ലാവരും ചേർന്ന് നോമിനേഷൻ കൊടുക്കുന്ന വാർത്തയാണെങ്കിൽ TV ന്യൂസ് വഴി കാണുന്ന സിദ്ധു ആണെങ്കിൽ ആകെ ദേഷ്യത്തോടെ റിമോട്ടൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ആ സമയം നോക്കി നമ്മുടെ ദേവിക ഒന്ന് പറയുക, താനും നോമിനേഷൻ പിൻവലിക്കുവാണെന്നും അമ്മയോടൊപ്പം മത്സരിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു ആണെങ്കിൽ പ്രഭാവതിയോടും എല്ലാ ടെൻഷനും ഉള്ളിൽ വെച്ചിട്ട് അതെല്ലാം ദേവിയുടെ മേൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എടി പൊടി എന്നൊക്കെ വിളിച്ച് ദേവിയെ വഴക്ക് പറയുമ്പോൾ ദേവികയാണെങ്കിൽ ആകെ അങ്ങ് വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഓടുമ്പോൾ നന്ദൻ ചെന്ന് സമാധാനിപ്പിക്കുന്നു. അച്ഛൻ ആകെ തകർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, താൻ അത് കാര്യമാക്കണ്ട, അച്ഛൻ്റെ സിറ്റുവേഷൻ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നു. അങ്ങനെ സിദ്ധുവിനെ കാണാൻ വരുമ്പോൾ സിദ്ധു ആണെങ്കിൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താണ് പ്രഭാവതിയുടെ നീക്കം എന്നൊക്കെ ചോദിക്കുമ്പം എനിക്കറിയില്ല, അതൊരു സ്വതന്ത്ര വ്യക്തിയാണ്, കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനം എടുക്കാനുമുള്ള പക്വതയൊക്കെ ഉണ്ട്, പ്രഭാവതിയെ തടയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ വർത്തമാനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് തീരെ വിശ്വാസമില്ല. സിദ്ധും കൂടി ചേർന്ന് പാർട്ടിയെ ചതിക്കുവാണോ എന്നുള്ള സംശയത്തിലാണ് പാർട്ടി പ്രവർത്തകർ. അപ്പം ദേവികയാണെങ്കിൽ ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട്, ഉറപ്പായിട്ട് ഈ രാമപുരം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനിൽ നമ്മളുടെ പാർട്ടി തന്നെയായിരിക്കും വിജയിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും, അച്ഛനെ ഇങ്ങനെ മാനസികമായി തകർക്കരുത്, അതെൻ്റെ വിജയത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കോൾ കട്ട് ചെയ്യുന്നു. അപ്പം സിദ്ധുവിനോട് ദേവിക പറയുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാണ്, ഇലക്ഷന് വേണ്ടി പൂർണ്ണ മനസ്സോടെ മത്സരിക്കുമെന്നും വിജയം നമുക്ക് തന്നെയായിരിക്കും, പിന്നെ അമ്മയോടാ മത്സരിക്കുന്നേ എന്നുള്ളൊരു ഭാവമൊക്കെ ഞാനങ്ങ് മനസ്സിൽ നിന്ന് മാറ്റും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സമയത്ത് സിദ്ധു ആണെങ്കിൽ ഇത്തിരി മുമ്പ് താൻ ദേഷ്യപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ പറയുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആകുന്ന സമയത്ത് പ്രഭാവതിയുടെ വിജയത്തിനുള്ള പല തന്ത്രങ്ങളും KDF പാർട്ടി മെനയുന്നു. അതിൻ്റെ ഭാഗമായി പ്രഭാവതിയോട് തന്നെ പല കാര്യങ്ങളും ചോദിച്ചറിയുന്നു. പ്രഭാവതി കാണാതായതിൻ്റെ പിന്നിൽ സിദ്ധുവോ അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ പാർട്ടി പ്രവർത്തകരോ ഉണ്ടോ, സത്യം തുറന്നു പറയണം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് മാറി നിൽക്കേണ്ടി വന്നേ എന്നുള്ളൊരു കള്ളത്തരമാണ് പ്രഭാവതി പറയുന്നത്. തൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പൂർണ്ണ മനസ്സോടെ താൻ പ്രവർത്തിക്കുമെന്നും തനിക്കൊരു സീറ്റ് തന്ന പാർട്ടിയെ താൻ ഒരിക്കലും വഞ്ചിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയും ആത്മാർത്ഥമായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നു. പ്രഭാവതിക്ക് സപ്പോർട്ടായിട്ട് ഗിരീഷിനെയാണ് പാർട്ടി നിയമിച്ചിരിക്കുന്നത്. രണ്ട് പാർട്ടി പ്രവർത്തകർ ഒരു വീട്ടിൽ നിന്ന് മത്സരിച്ചാൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഭാവതിക്ക് ഇലക്ഷൻ കഴിയുന്നതുവരെ താമസിക്കാനായിട്ടൊരു വാടക വീട് അറേഞ്ച് ചെയ്യട്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നു, ഒരിക്കലും വേണ്ട, എനിക്ക് ആ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് തന്നെ ഇലക്ഷന് മത്സരിക്കണം, ആ വീട്ടിൽ നിന്ന് തന്നെ വിജയവാർത്ത അറിയണമെന്നൊക്കെ പറയുമ്പം പാർട്ടിയാണെങ്കിൽ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. പ്രഭാവതി ഈ ഇലക്ഷന് വിജയിക്കുവാണെങ്കിൽ രാമപുരം നിയോജക മണ്ഡലത്തിലെ KDF സീറ്റ് ഇനി എക്കാലവും പ്രഭാവതിക്ക് തന്നെയായിരിക്കും, മന്ത്രിയാകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ പോസ്റ്റർ ത്യാഗരാജൻ ഒട്ടിച്ചതിന് ശേഷം പാർട്ടി പ്രവർത്തകരോട് പറയുന്നു, നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം ആദ്യത്തെ പോസ്റ്റർ ഞാൻ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രഭാവതിക്ക് വേണ്ടിയിട്ട് ഭാർഗവിയും കുറേ അനുയായികളും ഉണ്ട്. അപ്പം അവരും പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭാവതിയുടെ. അപ്പം ഭാർഗവി ആണെങ്കിൽ അവരെല്ലാം വെല്ലുവിളിച്ച് പറയുന്നു, പ്രഭക്കുഞ്ഞ് വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞ് കൈ ഞൊട്ടയിട്ട് കാണിക്കുന്നു. ഒരു വീട്ടിലെ രണ്ട് മത്സരാർത്ഥികളായതുകൊണ്ട് തന്നെ തമ്മിപ്പോരും മത്സരത്തിൻ്റെ ആ ചൂടും ഭയങ്കര ശക്തമാകുന്നുണ്ട്. അതിനിടയ്ക്ക് വീട്ടിലും വാക്പോരുണ്ടാകുന്നു. നോമിനേഷനൊക്കെ കൊടുത്തതിന് ശേഷം പ്രഭാവതിയും ഗിരീഷും തിരികെ വീട്ടിൽ വരുമ്പം നമ്മുടെ ദേവികയുടെ അച്ഛനും നന്ദനും സിദ്ധുവൊക്കെ ഉണ്ട്. രാമപുരം ഇലക്ഷന് ഉറപ്പായിട്ടും VDF പാർട്ടി തന്നെ സീറ്റ് നിലനിർത്തുമെന്ന് പറയുമ്പം കെട്ടിവെച്ച പൈസയെങ്കിലും തിരികെ കിട്ടിയാൽ മതിയെന്ന് നമ്മുടെ പ്രഭാവതി ആക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൗരിയാണെങ്കിൽ ഭാർഗവിയോടും വെല്ലുവിളിച്ച് പറയുന്നുണ്ട്, രാമപുരം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷന് ഉറപ്പായിട്ടും VDF പാർട്ടി, അതായത് ദേവിക തന്നെ വിജയിക്കുള്ളൂ, നമുക്ക് കാണാം ദേവികയാണോ എൻ്റെ പ്രഭക്കുഞ്ഞാണോ വിജയിക്കുന്നത്, നിനക്കിപ്പോൾ ഇച്ചിരി ദേവികയോടുള്ള സ്നേഹം കൂടുന്നുണ്ട്, പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാർഗവി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പോകുന്ന സമയത്ത് രജനിയാണെങ്കിൽ ദേവികയോട് പറയുന്നു, ദേവിക എന്തായാലും ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല, ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്ന സമയത്ത് രണ്ട് മത്സരാർത്ഥികളും കൂടി ഒരു വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല, മുമ്പാണെങ്കിൽ
രണ്ട് മത്സരാർത്ഥികൾ ഒരു വീട്ടിൽ നിൽക്കണ്ടെന്ന് പ്രഭാവതി പറഞ്ഞതിൻ്റെ പേരിൽ ദേവിക വീട് വിട്ടു പോയതാണ് സ്വന്തം വീട്ടിലേക്ക്. അങ്ങനെ നന്ദനും കൂടെ പോയിരുന്നു. പ്രഭാവതിക്ക് ആക്രമണം, അതായത് ത്യാഗരാജൻ്റെ 2 ഗുണ്ടകൾ വന്ന് ആക്രമിച്ചതിൻ്റെ പേരിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതിനുശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ കൂടെ ദേവികയും വന്നു. പിന്നീട് ചന്ദ്രോത്ത് വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ദേവിക സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. മത്സരം ഒരു വീട്ടിൽ തന്നെ നിന്ന് മത്സരിക്കാം എന്നുള്ളൊരു തോന്നലാണ്. അതേസമയം രജനിക്ക് നല്ല തക്ക മറുപടി തന്നെ ദേവിക കൊടുക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നന്ദനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ ഒക്കെയാണ് പറയേണ്ടുന്നത്, അല്ലാതെ ചേച്ചിയല്ലെന്നും. തൽക്കാലം ഈ വീട് വിട്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദേവിക കടുത്ത സ്വരത്തിൽ പറഞ്ഞു പോകുമ്പോഴത്തേക്കും രജനി ആകെ അയ്യടാന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ എന്താകുമെന്നൊക്കെ കാത്തിരിക്കാം.